السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു കാണിച്ചു തന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് അവൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന മിമ്പറിൻ്റെ വസിയ്യത്ത് എല്ലാ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധമാക്കിയ ദുൽഖഅദ് മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പരിശുദ്ധ ഹജ്ജിൻ്റെ സുപ്രധാനമായ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന ദുൽഹജ്ജ് മാസം സമാഗതമാവുകയാണ്. വളരെ വിശുദ്ധമായ ദിനങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ്. മനുഷ്യർക്ക് അവരുടെ പാപങ്ങൾ പൊറുപ്പിക്കുവാനും പുണ്യങ്ങൾ കരസ്ഥമാക്കാനുമുള്ള വലിയ അവസരങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങൾ എന്ന് നമുക്ക് റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലെ ആരാധനകൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയും പ്രതിഫലവും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ഈ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇഫ് അലുൽ ഖൈറ ദഹ്റക്കും വതഅറളു ലിനഫഹാത്ത് റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പ്രവാഹങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഫൈന ലില്ലാഹി നഫഹാത്തുൻ മിൻ റഹ്മത്തി. അള്ളാഹുവിന് അവൻ്റെ കാരുണ്യത്തിൽ നിന്നുള്ള ചില അനുഗ്രഹ വർഷങ്ങളുണ്ട്. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി. അവൻ്റെ അടിയാന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നതാണ്. എന്തിനാണ് അള്ളാഹു എല്ലാ വർഷവും ഇതുപോലെയുള്ള മനുഷ്യർക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്താൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന അവസരങ്ങൾ നിശ്ചയിച്ചത് എന്നതിനെക്കുറിച്ച്, അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, സൃഷ്ടികൾക്ക് അവരുടെ കുറഞ്ഞ ആയുസ്സിൽ തന്നെ കൂടുതൽ പുണ്യങ്ങളും കൂടുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവും സൃഷ്ടികളുമായുള്ള ബന്ധം സുദൃഢമാക്കുക, സുശക്തമാക്കുക എന്നൊക്കെ ലക്ഷ്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നാണ്. പരിശുദ്ധ റമദാൻ മാസം, റമദാൻ മാസത്തിൽ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികൾ
മുഹറത്തിലെ 9, 10 ദിവസങ്ങൾ, പവിത്രമായ 4 മാസങ്ങൾ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ പോലെയുള്ള ദിനങ്ങളാണ്, വെള്ളിയാഴ്ച ദിവസം പോലെയുള്ള ദിവസങ്ങളാണ് അള്ളാഹുവിൻ്റെ നഫ്ഹാത്ത്, അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്ന അവസരങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽപ്പെട്ട അനുഗ്രഹങ്ങളുടെ ഒരു അസുലഭ അവസരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമുക്ക് സമാഗതമാകുവാൻ പോവുകയാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ് ഈ 10 ദിവസങ്ങളിലെ പ്രാധാന്യവും അതിന് ലഭിക്കുന്ന ആ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലവുമൊക്കെ. പരിശുദ്ധ ഖുർആനിലെ 81-ാമത്തെ അധ്യായമായ സൂറത്ത് ഫജ്റിലെ 1, 2 ആയത്തുകൾ അല്ലാഹ് പറയുന്നുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. 10 രാത്രികൾ ഏതാണ് എന്നതിനെക്കുറിച്ച് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. വൽ മുറാദു ബിഹ അശ്റു ദുൽ ഹജ്ജ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 രാവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 10 രാവുകളാണ് എന്നാണ്. മറ്റൊരു പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസും അബ്ദുല്ലാഹ് ഇബ്നു ഉമറും ഒക്കെ ഈ അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിൻ്റെ 10 ദിവസങ്ങളെക്കുറിച്ച് ഖുർആനിൽ സൂറത്ത് ഹജ്ജ് 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 28-ാം വചനത്തിലും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, വയദ്കുറു സ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നിങ്ങൾ ഓർക്കണം. ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നിങ്ങൾ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ അയ്യാമുൽ മഅലൂമാത്തു ഹിയ അശ്റു ദുൽ ഹജ്ജ്, അറിയപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്നാണ്. ഹദീസുകളിലേക്ക് വരുമ്പോൾ പ്രവാചകൻ്റെ ഹദീസ് ഇമാം ബറാസ് ഉദ്ധരിക്കുന്നുണ്ട്. അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഭൗതിക ലോകത്തിലെ സുപ്രധാനമായ ദിവസങ്ങളിൽപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്നാണ്. ഇമാം തുർമുദിയുടെ ഹദീസിൽ കാണാം, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാൾ സൽപ്രവർത്തനങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വേറെ ദിവസങ്ങളില്ല എന്നാണ്. അപ്പോൾ ഈ ദിവസങ്ങളുടെ പ്രാധാന്യം, ഒന്ന്, ദുനിയാവിലെ ശ്രേഷ്ഠമായ ദിനങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ്. രണ്ടാമത്തെ പ്രത്യേകത, സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഭൂമിയിൽ വർഷിക്കുന്ന ദിവസങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. സൃഷ്ടിയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന അവസരങ്ങളാണ്. സലഫുസാലിഹ്യങ്ങൾ 3-10 ദിനങ്ങളെ അവർ ആദരിക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഹദീസുകൾ നമുക്ക് കാണാം. ഒന്ന് റമദാനിലെ അവസാനത്തെ 10, മറ്റൊന്ന് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, മറ്റൊന്ന് മുഹറം മാസത്തിലെ 10 ദിനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ശ്രേഷ്ഠതയ്ക്ക് എന്താണ് ദുൽഹജ്ജ് 10-ന് ഇത്രയധികം ശ്രേഷ്ഠത ലഭിക്കുവാൻ കാരണമെന്ന് ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഹുവ ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദാത്ത് ഫീഹി വയസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജ്, ആരാധനകളുടെ മാതാക്കളായ സുപ്രധാനങ്ങളായ അടിസ്ഥാനങ്ങളായ എല്ലാ ആരാധനകളും ഈ 10 ദിനങ്ങളിൽ സമ്മേളിക്കുന്നുണ്ട്. അത് നമസ്കാരം, ഫർള് നമസ്കാരം, അതേമാതിരി അറഫയിലെ വ്രതം, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കുള്ള പ്രത്യേകമായ പ്രതിഫലം, അതുപോലെ ഹജ്ജ്, ഇതെല്ലാം കൂടി ഹജ്ജും കൂടി വരുന്ന ദിനങ്ങളാണ് ഈ ദുൽഹജ്ജ് 10-ൻ്റെ ദിവസങ്ങൾ. അത് മറ്റൊരു അവസരത്തിൽ ഇങ്ങനെ എല്ലാം കൂടി യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അതിനാൽ ഈ ദിനങ്ങൾ സമാഗതമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിലേക്കാണ്
നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നമസ്കാരങ്ങളും കൂടി ചെയ്യുവാനും അത് വർദ്ധിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകൾ, ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് സുബൈക്ക് മുമ്പായിട്ട് നമ്മൾ നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കാരം, അതുപോലെ തന്നെ ളുഹാ നമസ്കാരം പോലെയുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പ്രത്യേകമായി ഈ അവസരങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പ്രവാചകൻ്റെ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അലൈക ബികസറത്തി സുജൂദി ലില്ലാഹ്, അള്ളാഹുവിന് ഐച്ഛികമായ സുജൂദുകൾ നീ വർദ്ധിപ്പിക്കണം. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജതൻ, നീ അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് വർദ്ധിപ്പിക്കുമ്പോൾ അതുകൊണ്ട് അള്ളാഹു നിനക്ക് പദവികൾ ഉയർത്തിത്തരും. വഹത്തൻ കബിയ ഖതിയതൻ, അള്ളാഹു നിൻ്റെ ഒരു പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യും എന്നാണ്. അപ്പോൾ സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, അതുപോലെ സുന്നത്തമായ വ്രതങ്ങൾ വർദ്ധിപ്പിക്കണം. ഈ 10 ദിവസങ്ങളിൽ വരുന്ന അറഫ നോമ്പിന് പുറമെ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാം. അതുപോലെ തന്നെ ഏതൊരു ദിവസവും, ഇതിൽ വരുന്ന ഏതൊരു ദിവസവും ഇതിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. വളരെയധികം പ്രതിഫലം അല്ലാഹു അതുകൊണ്ട് നൽകുന്നതാണ്. എന്നാൽ ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെ തുടർച്ചയായിട്ട്, ദുൽഹജ്ജ് 9 വരെ തുടർച്ചയായിട്ട് പ്രവാചകൻ വ്രതമനുഷ്ഠിച്ചതായിട്ട് സഹിയ ഹദീസുകളിൽ കൊണ്ട് അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. സഹിയ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ അവന് പ്രതിഫലമുണ്ട് എന്ന് നമുക്കുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് അള്ളാഹു തട്ടിക്കളയുകയില്ല, അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത്തരം സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടേണ്ടത്, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടേണ്ടത്, അള്ളാഹുവിനോട് നമ്മൾ അടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ഖുദ്സിയായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മാ ഇഫ്തറൽതു അലൈഹി, ഒരടിമക്ക് എന്നോട് അടുക്കുവാൻ സാധിക്കുക, എൻ്റെ സാമീപ്യം അവന് നേടുവാൻ സാധിക്കുക ഫർളായി ഞാൻ നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബുഹു, അതുപോലെ തന്നെ എൻ്റെ അടിമ എൻ്റെ സാമീപ്യം സിദ്ധിക്കുന്നവനായിരിക്കും സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഐച്ഛികമായ കാര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്. അങ്ങനെ അവസാനം ഞാൻ അവനെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്നാണ്. അപ്പോൾ സുന്നത്തായ വ്രതങ്ങളും സുന്നത്തായ നോമ്പുകളും മറ്റ് ഐച്ഛികമായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കാനുള്ള വഴികളാണ് അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ 10 ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ ദുഷ്കർമ്മങ്ങൾ, പാപങ്ങൾ, തെറ്റുകൾക്ക് ഒരു വിചിന്തനം നടത്തുവാനും അതിൽ നിന്ന് മടങ്ങുവാനുമുള്ള അവസരമാണ്. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുക, ദിക്റുകൾ, ദുആകൾ വർദ്ധിപ്പിക്കുക. ഇമാം അഹമ്മദിൻ്റെ ഹദീസിൽ കാണാം, ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ പോലെയുള്ള കാര്യങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾ തയ്യാറാവണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ബാക്കിയാത്ത് സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കണം. ഇസ്തക്സിറു മിന്നൽ ബാക്കിയാത്ത് സ്വാലിഹാത്ത്, ബാക്കിയാത്ത് സ്വാലിഹാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാബിൾ ചോദിച്ചു, ഒമാഹിയ യാ റസൂലല്ലാഹ്, പ്രവാചകരെ എന്താണ് ഈ ബാക്കിയാത്ത് സ്വാലിഹാത്ത് അഥവാ എന്നെന്ന് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി, അത്തക്ബീർ വത്തഹ്ലീൽ വത്തഹ്മീദ് വത്തസ്ബീഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു അക്ബർ എന്ന തക്ബീർ, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ, തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്നുള്ള തഹ്മീദുകൾ, തസ്ബീഹുകൾ, സുബ്ഹാനല്ലാഹ് ഇതെല്ലാം പറയുക. അതിന് പുറമെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക എന്നാണ്. അത് ഈ വരുന്ന ദിവനങ്ങളിൽ നമ്മൾ വർദ്ധിപ്പിക്കണം. ആ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ സദഖയും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേകം പ്രതിഫലമുള്ള ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും ഈ ഈദിൻ്റെ ദിവസങ്ങൾ, ഈദുൽ അദ്ഹയുടെ ദിവസങ്ങൾ വരുമ്പോൾ ഈദ് ആഘോഷിക്കാൻ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് സഹായകമാകും വിധം ദാനധർമ്മങ്ങൾ നമ്മളിൽ നിന്നും അവരിലേക്ക് ഒഴുകേണ്ടതുണ്ട് എന്നാണ്. റസൂലുള്ളാഹി ചോദിച്ചു, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നിങ്ങൾക്ക് ഞാൻ നന്മയുടെ വാതിലുകൾ എന്താണ് എന്ന് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് പ്രവാചകൻ പറയാണ്, അസ്സൗമു ജുന്ന,
നോമ്പ് എന്നുള്ളത് നിങ്ങൾക്കൊരു പരിചയമാണ്. വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ, ദാനധർമ്മങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ അത് ഇല്ലാതാക്കി കളയും. കമാ യുത്ഫിഉൽ മാ അന്നാർ, തീയിനെ വെള്ളം എങ്ങനെയാണോ കെടുത്തിക്കളയുന്നത്, നിങ്ങളുടെ പാപങ്ങളെ ദാനധർമ്മങ്ങൾ കെടുത്തിക്കളയും എന്നാണ്. അപ്പോൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം നടത്തുക, ഖുർആൻ ബൈഹാട്ടാക്കുക, കുടുംബബന്ധം ചേർക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പറയുന്നത് അൽ അമലു സ്വാലിഹു ഫിൽ അയ്യാമിൽ അശ്റ മിൻ ദിൽഹിജ്ജ ലാ യൻസറു ബി ഇബാദത്തിൽ മുഅയ്യന, ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ അമലുകൾ ഒരു നിർണിതമായ പ്രവർത്തനമായിട്ട് ചുരുക്കാൻ പറ്റില്ല. ബൽ യശ്മിലു കുല്ല മാ യൻഫഉൽ ഇൻസാനു വയുഖർരിബു ബിഹി മിൻ റബ്ബിഹി, മനുഷ്യന് ഉപകാരപ്പെടുന്ന റബ്ബുമായി അടുപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടും എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ ദിനങ്ങളെ സമ്പന്നമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ്. മനുഷ്യൻ ചെയ്യുന്ന ഇത്തരം സൽക്കർമ്മങ്ങളാണ് മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് ഇഹലോകത്തോലിൽ സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഖുർആൻ അത് ഉറപ്പ് നൽകുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 97-ാം വചനത്തിൽ മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൈമുതലാക്കിയും കൊണ്ട് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, സുഖകരമായ ത്വയ്യിബത്തൻ നല്ലതായ ഒരു ജീവിതം അവന് ഭൗതിക ലോകത്ത് അവന് നാം പ്രദാനം ചെയ്യുന്നതാണ്. ഈ ലോകത്ത് അവൻ പ്രയാസപ്പെടേണ്ടി വരില്ല, അള്ളാഹു അവനെ അമിതമായി ബുദ്ധിമുട്ടിക്കുകയില്ല, അള്ളാഹുവിൻ്റെ സഹായം അവന് ലഭിക്കും. പരലോകത്ത് ചെന്നാലോ വലനജിയന്നവും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രതിഫലം അവന് ലഭിക്കും. മാത്രവുമല്ല, അവൻ ആഗ്രഹിക്കാതെ ജനം അവനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്നാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ബുദ്ദ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അവൻ്റെ പരമകാരുണികൻ അവൻ്റെ സ്നേഹം അവന് നൽകും എന്നാണ്. അള്ളാഹു ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, ഞാൻ ഇന്നാലെ സ്നേഹിക്കുന്നുണ്ട്, അയാളുടെ പ്രവർത്തനങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീയും അവനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും എന്നിട്ട് ആകാശലോകത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യും, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, ഇന്ന ആളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശലോകത്തുള്ള മലക്കുകൾ അവൻ ഇഷ്ടപ്പെടുന്നു. സുമ്മ യൂളഉൽ ഖബൂലു ഫിൽ അർള്, പിന്നെ ഭൂമിയിൽ അവനെ ആളുകൾ ഇഷ്ടപ്പെടുവാൻ തുടങ്ങും എന്നാണ്. അപ്പം സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും മനുഷ്യരുടെ ഇഷ്ടത്തിനുമൊക്കെ പാത്രീഭൂതമാകുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ഈ സ്വീകാര്യത ഭൂമിയിൽ അവന് ലഭിക്കും. അതിന് പുറമെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗവും സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ്, ഏറ്റവും ഉന്നതമായ ഫിർദൗസ് എന്ന സ്വർഗം അവന് വിരുന്നായിട്ട് അള്ളാഹു നൽകുന്നതാണ് എന്നുള്ള കാര്യം അള്ളാഹ് പ്രഖ്യാപിക്കുകയാണ് സൂറത്ത് കഹ്ഫിലെ 100-ാം വചനത്തിലൂടെ. ഇങ്ങനെ ഇഹലോകത്തും പരലോകത്തും സന്തോഷകരവും സമാധാനവുമായ ജീവിതം പ്രദാനം ചെയ്യുന്ന സുപ്രധാനമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സൽക്കർമ്മങ്ങളെന്ന് മനസ്സിലാക്കുക. ജീവിതകാലം മുഴുക്കെ കർമ്മനിരതമായ ഈ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. റസൂൽ പറയുന്നുണ്ട്, ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, എല്ലാ കാലത്തും സൽക്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ ജീവിതത്തെ ധന്യമാക്കുവാൻ സാധിച്ചവനാണ് ജീവിതത്തിൽ വിജയം വരിച്ചവൻ എന്നാണ്. അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ പറ്റിയ ഒരവസരമാണ്
വരാൻ പോകുന്ന ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. ഇത് നമുക്ക് അടുത്തൊരു വർഷം ഇങ്ങനെ ലഭിച്ചു കൊള്ളണമെന്നില്ല, അതുപോലെ നമ്മൾ ജീവിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഈ 10 ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം, പ്രവർത്തിക്കണം. റബ്ബ് തആല അത്തരം ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശത്തുമൊക്കെ അള്ളാഹു ശാന്തിയും സമാധാനവും നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.